ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട്. നമ്മുടെ റൂമും നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സുന്ദരികളും സുന്ദരിമണികളൊക്കെ ആയിട്ട് നമ്മളിത് റെഡിയായി നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ സൈഡ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. വണ്ടി വന്നു. നമുക്കിന്ന് ട്രാവലറാണ് വന്നിട്ടുള്ളത്. 17 സീറ്റർ AC ട്രാവലറാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും അതിലേക്ക് കയറി നമ്മളിതാ റെഡിയായി സൈഡ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി നമ്മളുടെ ഒരു കോർഡിനേറ്റർ, മലയാളി കോർഡിനേറ്റർ ഫർഷാദ്. അപ്പോൾ ഫർഷാദിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഗോവ മൊത്തം ചുറ്റിക്കാണുന്നത്. അപ്പോൾ നമ്മുടെ പാക്കേജിൽ ഇല്ലാത്ത സ്ഥലങ്ങൾ കൂടി ഫർഷാദ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഫർഷാദ് ഒരുപാട് കാര്യങ്ങൾ ഗോവയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായാലും നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായാലും ഒക്കെ നല്ല നല്ല സ്ഥലങ്ങൾ തന്നെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഈ ഒരു സൈറ്റൊക്കെ കണ്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും റീൽസ് ചെയ്യാനൊക്കെ ആയാലും നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കേണ്ട സമയം ഇതാ നമ്മൾ അടിപൊളി ലഞ്ച് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതൊക്കെ കഴിച്ച് നമ്മൾ ഗോവയിലെ ഓൾഡ് ചർച്ചിലേക്കോട്ടാണ് നമ്മൾ പോയത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയാം, എല്ലാം നല്ല രസമുണ്ടായിരുന്നു. നമ്മളവിടെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കും നമ്മൾ പോയി. അങ്ങോട്ടേക്കും ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാഹിബിനും മദാമിനൊക്കെ കണ്ടപ്പോൾ വെറുതെ വിട്ടില്ല, അവരോട് കൂടെ ഒരു സെൽഫി എടുത്തു. അങ്ങനെ നമ്മൾ മിറാമർ ബീച്ചിലോട്ടേക്കാണ് പോയത്. ഇതാണ് മിറാമർ ബീച്ച്. മിറാമർ ബീച്ചിലും കുറേ നേരം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പോയത് കുട്ടികൾക്ക് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിലോട്ട് പോയി. നല്ല അടിപൊളി പാർക്കാണ്. അവിടെ ഒരു ചെറിയൊരു കായൽ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർക്കിലെല്ലാം പോയി നല്ല രീതിയിലൊക്കെ കളിച്ചു. കുട്ടികൾ നല്ല രീതിയിൽ കളിച്ചു. നെക്സ്റ്റ് നമ്മൾ പോയത് നമുക്കൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ക്രൂസിലുള്ള യാത്ര എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ യാത്രയായിരുന്നു ഉണ്ടായത്. നമുക്ക് ആ ഒരു മണിക്കൂർ നമുക്ക് പോയത് എന്താണെന്ന് തന്നെ അറിഞ്ഞിട്ടില്ല. അവിടെ DJ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും മുകളിലാണ് കയറിയിട്ടുണ്ടായത്. അവിടെ DJ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഗോവയുടെ ഡാൻസുകളും അതേപോലെ തന്നെ പോർച്ചുഗീസ് ഡാൻസൊക്കെ അവരവിടെ നിന്ന് കളിച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ആ ഒരു നമ്മുടെ അരിയത്തോട് പോകുന്ന ക്രൂസൊക്കെ കണ്ടു. അടിപൊളി രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുട്ടികളൊക്കെ ഭയങ്കര രസമായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തെല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ ഭയങ്കര അതിശയമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രിയായപ്പം പിന്നെ പറയണ്ട, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ സൈറ്റ് വ്യൂ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ബാക്കി നാളെ കാണാം. ഇതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.